ഇറാനെതിരായ ആക്രമണം 5 ദിവസത്തേക്ക് നിർത്തിവെച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായുള്ള ചർച്ചകൾ തുടരും. ഇറാന്റെ ഊർജ്ജോൽപാദന കേന്ദ്രങ്ങളിലെ ആക്രമണം നിർത്തിവെക്കുമെന്നും അറിയിപ്പ്. അതേസമയം ചർച്ച നടക്കുന്നു എന്നത് ട്രംപിന്റെ അവകാശവാദം മാത്രമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. വർദ്ധിച്ചുവരുന്ന എണ്ണവില കുറയ്ക്കാനുള്ള ട്രംപിന്റെ തന്ത്രം മാത്രമാണിതെന്നും ഇറാൻ അറിയിച്ചു. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടന്ന ചർച്ചയിൽ പ്രതീക്ഷയുണ്ടെന്നും തുടർ ചർച്ചകൾക്കായി ഇനി 5 ദിവസത്തേക്ക് ആക്രമണം നിർത്തിവെച്ചിരിക്കുന്നുവെന്നുമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത് നേരത്തെ. പക്ഷേ നിലവിലിപ്പോൾ ഇറാൻ ഇത് നിഷേധിക്കുന്നുണ്ട് എന്നുള്ളതാണോ വാസ്തവം? ട്രംപിന്റെ അവകാശവാദം മാത്രം എന്നാണ് ഇപ്പോൾ ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞതായി മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് നമുക്ക് ഈ അവസാന മണിക്കൂറുകളിൽ വരുന്ന ഒരു വിശകലനം? രോഹിണി, തീർച്ചയായും ഈ അവസാന മണിക്കൂറിൽ അല്ലെങ്കിൽ അല്പസമയം മുമ്പ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു മറുപടി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മറുപടിയാണ്. അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 2 ദിവസമായി ചർച്ചകൾ തുടരുന്നു, ഇനി 5 ദിവസം ചർച്ചകൾ തുടരും എന്നൊരു നിലപാടാണ് ട്രംപ് തന്റെ സമൂഹ മാധ്യമ പോസ്റ്റിൽ അറിയിച്ചിരുന്നത്. ആ സമൂഹ മാധ്യമ പോസ്റ്റിൽ അറിയിച്ചിരിക്കുന്ന രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു എന്നാണ് ട്രംപ് അറിയിച്ചതെങ്കിൽ നേരെ എതിർത്ത അല്ലെങ്കിൽ നേരെ തിരിച്ചൊരു നിലപാടാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതായത് നേരിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മധ്യസ്ഥ രാജ്യങ്ങൾ വഴിയോ ചർച്ചകൾ നടക്കുന്നില്ല, ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയ ചർച്ചകൾ നടക്കുന്നില്ല. ഇതെല്ലാം തന്നെ ട്രംപ് തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയാണ്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറഞ്ഞത് എണ്ണവില കുറയ്ക്കുന്നതിന്, നമുക്കറിയാവുന്നതാണ് ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ക്രൂഡ് ഓയിൽ വില കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ട്രംപിൻ്റെ തന്ത്രം മാത്രമാണിതെന്നും വളരെ കൃത്യമായി ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഒരു നിലപാടുണ്ടായിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഒരു ആശയക്കുഴപ്പത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. വീണ്ടും ട്രംപ് ഇസ്ലാമാബാദിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ചർച്ചകൾ നടക്കുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാന വിഷയം ട്രംപ് തന്നെ സൂചിപ്പിക്കുന്നത് ഒരു 15 കർമ്മ പരിപാടി യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യുദ്ധം അവസാനിക്കുന്നതോടുകൂടി പാറ പോലെ ഉറച്ച എണ്ണവില നിശ്ചിരത ഉണ്ടാകുമെന്നൊരു നിലപാടും അദ്ദേഹം അറിയിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ചില കമൻറ്റുകൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നൊരു പശ്ചാത്തലത്തിൽ ഏത് രീതിയിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് എന്നറിയാൻ കുറെ കൂടി കാത്തിരിക്കേണ്ട, അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ കൂടി കാത്തിരിക്കേണ്ട ആവശ്യമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കുക തന്നെ ചെയ്യും. 15 ഇന പരിപാടികൾ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചർച്ചകളിൽ എന്തെങ്കിലും പരാജയം ഉണ്ടാവുകയാണെങ്കിൽ ആ കാര്യം ഈ 15 പരിപാടികൾ സംബന്ധിച്ച കർമ്മ പരിപാടികൾ സംബന്ധിച്ച വിശദാംശങ്ങൾ പിന്നീട് പരിശോധിക്കാമെന്നൊരു നിലപാടാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും പുതിയ വ്യക്തമായൊരു വിവരമെന്ന് പറയുന്നത് ട്രംപിൻ്റെ സമൂഹ മാധ്യമ പോസ്റ്റ് തന്നെയാണ്. സമൂഹ മാധ്യമ പോസ്റ്റിൽ 5 ദിവസത്തേക്ക് ഇറാൻ്റെ ഊർജ്ജോൽപാദന കേന്ദ്രങ്ങൾ, അത് പവർ സ്റ്റേഷനുകളാവാം, അതുപോലെ തന്നെ മറ്റു ഇന്ധന ഉൽപ്പാദന കേന്ദ്രങ്ങളൊക്കെ ആകാം, അവിടെയൊന്നും ആക്രമണം നടത്തേണ്ടതില്ല. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ചർച്ചകളാണ് നടക്കുന്നത്. അതിൽ 2 ദിവസത്തെ ചർച്ചകൾ അവസാനിച്ചു, ഇനിയും 5 ദിവസത്തെ ചർച്ചകളുണ്ട്. ആ ചർച്ചകൾ തുടരുന്ന സാഹചര്യത്തിൽ ആക്രമണം നടത്തേണ്ടതില്ലെന്ന് മിലിറ്ററിക്ക് നിർദ്ദേശം നൽകിയെന്ന് കൃത്യമായി ട്രംപ് സമൂഹ മാധ്യമ പോസ്റ്റിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. ആ വസ്തുത മാത്രമാണ് ഒരു സോളിഡായ ഒരു വസ്തുതയായി നിലനിൽക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇറാൻ്റെ ഭാഗത്തു നിന്ന് വന്ന പ്രസ്താവനകൾ മാത്രമാണ്. ഇനിയും വസ്തുതാപരമായ അതിൻ്റെ പരിശോധനകളും അല്ലെങ്കിൽ മിനിസ്ട്രി റിലീസ് എല്ലാം തന്നെ വരുമ്പോഴായിരിക്കും കുറെ കൂടി കൃത്യമായ മറുപടി അല്ലെങ്കിൽ വ്യക്തമായ ഒരു നിലപാടിൽ അറിയാൻ സാധിക്കുക. രോഹിണി, ശരി. ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.